നമസ്കാരം. വലിയൊരു ബാധ്യതയാണിത്, എങ്കിലും ഞാൻ പറയുക. എൻ്റെ ജീവിതത്തിലും 81, 83 ഫ്രണ്ട്സ്, അങ്ങനെ TKM കോളേജ് എന്ന ഗ്രൂപ്പിൻ്റെ ചരിത്രത്തിലും വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണിന്ന്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യ കവിതാ സമാഹാരമായ പവിഴമല്ലിയുടെ പ്രണയഗീതങ്ങൾ വളരെ അർത്ഥപൂർണവും അഭിമാനകരവുമായി പ്രകാശനം ചെയ്യപ്പെട്ടു. ഗ്രൂപ്പിനെ സംബന്ധിച്ചാണെങ്കിൽ സൗഹൃദത്തിൻ്റെ സർഗസാഫല്യമായി ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്താൽ ഒരംഗത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ചതാകട്ടെ കേരളത്തിൻ്റെ അഭിമാനമായ മുൻ ഡയറക്ടർ ജനറൽ പോലീസ് ഡോക്ടർ ജേക്കബ് തോമസ് സാർ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന എൻ്റെ മേലധികാരിയായിരുന്ന ജേക്കബ് തോമസ് സാർ ഈ വേദിയിൽ വന്നു എന്നത് എനിക്കതൊരു ജന്മസാഫല്യം തന്നെയാണ്. 37 വർഷത്തെ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിന് കിട്ടിയ അംഗീകാരമായി കൂടി ഞാൻ അതിനെ കണക്കാക്കുക. അദ്ദേഹത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു, ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. ഞാൻ ഒന്ന് വിളിച്ചപ്പോൾ എൻ്റെ ആ ക്ഷണം സ്വീകരിച്ച് എൻ്റെ നാട്ടിൽ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് വന്നിട്ട് എൻ്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു എന്നത് എൻ്റെ ജീവിതത്തിലെ ഒരു ധന്യതയായിട്ട് ഞാൻ കാണുന്നതാണ്. ജേക്കബ് തോമസ് സാർ പ്രകാശനം ചെയ്ത എൻ്റെ ആദ്യ കവിതാ സമാഹാരം മലയാളത്തിൻ്റെ പ്രിയ കവിയായ പുതിയപ്പുഴ ശ്രീകുമാർ സാർ ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ ഭാഗ്യത്തിന് അതിരുകളില്ലാതാവുകയാണ്. ഞങ്ങൾ കവിതയെ പാഠപുസ്തകത്തിൻ്റെ വെളിയിൽ ആരാധ്യമായി കണ്ടത് പുതിയപ്പുഴ ശ്രീകുമാർ എന്ന കവിയിലൂടെയാണ്. ഞങ്ങളുടെ ഭാവനയ്ക്കും ചിന്തയ്ക്കും യൗവനാരംഭത്തിൽ അഗ്നി പകർന്നെന്ന ആ കവിശ്രേഷ്ഠൻ്റെ കൈകളിലേക്കാണ് എൻ്റെ കവിതാ പുസ്തകം പിറന്നു വീണതെന്ന സത്യം എനിക്ക് നൽകുന്ന സന്തോഷവും അഭിമാനവും വാക്കുകൾക്ക് അതീതമാണ്. ഈ കവിതാ സമാഹാരത്തിലെ കൂടുതൽ കവിതകളും ഞാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വാട്സാപ്പിൽ എഴുതിയതാണ്. ഓരോ കവിത എഴുതുമ്പോഴും അതിനെ തുടർന്ന് എനിക്ക് ലഭിച്ചിരുന്ന ആസ്വാദനവും വിമർശനവും എന്നെ വീണ്ടും എഴുതാൻ പ്രേരിപ്പിച്ചു. അതിലേക്ക് ഗ്രൂപ്പിനോടും അതിലെ സഹൃദയരോടും ഞാൻ ഏറെ കടപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഈ അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പേര് ചേപ്പാട് രാജേന്ദ്രൻ്റേതാണ്. 81, 83 കാലത്ത് ഞങ്ങൾ TKM കോളേജിൽ ഫസ്റ്റ് ഗ്രൂപ്പിലാണ്, ഒരേ ക്ലാസ്സിലാണ് പഠിച്ചത്. അന്ന് ഞാൻ വെറുതെ എഴുതിയിരുന്ന വരികളിൽ കവിതയുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ കവിതയുടെ പ്രത്യാശ നിറച്ചത് അദ്ദേഹമാണ്. മാത്രമല്ല, അദ്ദേഹം അന്ന് ലളിതമായി പറഞ്ഞ ഒരു കമൻറ്റ് ഇന്നും കവിതയുടെ കനലായി എൻ്റെ മനസ്സിൽ അണയാതെ മിന്നുന്നുണ്ട്. പുസ്തകത്താളിൽ മയിൽപ്പീലി വെച്ചാൽ മനസ്സിൽ കവിത വരില്ല, മഴവില്ലും മിന്നൽക്കൊടിയുമാണ് വെക്കേണ്ടത്. അതായിരുന്നു ആ കമൻറ്റ്. ഇന്നും ഒരു കവിത എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഭീതിയോടെ ഞാൻ സ്മരിക്കാറുണ്ട്. സയൻസിനോട് സ്നേഹമുണ്ടായിരുന്നിട്ടും കവിതയോടുള്ള അമിതമായ സ്നേഹത്താൽ ഞങ്ങൾ മലയാളമാണ് BA-ക്കും MA-ക്കും ഒക്കെ പഠിച്ചത്. അക്കാലത്ത് ഞാനും രാജേന്ദ്രനും ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതുമായിരുന്നു. പിന്നീട് രാജേന്ദ്രൻ കവിതയുടെ ലോകത്തോട് വിട പറയുകയും തൻ്റെ സർഗശക്തി നിരൂപണത്തിനായി ഉപയോഗിക്കുകയും ചെയ്തു. റിട്ടയർമെൻറ്റിന് ശേഷം ഞങ്ങളുടെ 81, 83 ഗ്രൂപ്പും അതിൻ്റെ വാട്സപ്പും രൂപം കൊണ്ടപ്പോൾ ഞാൻ അതിലെഴുതിയ കവിതകൾക്കെല്ലാം രാജേന്ദ്രൻ നിരൂപണം എഴുതി. എനിക്ക് മാത്രമല്ല, മറ്റ് കവികളായ ഹരിപ്പാട് ശ്രീകുമാർ, ലതാ പ്രസാദ്, അനുചന്ദ്രൻ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സാഹിബ് തുടങ്ങിയ എല്ലാ കവികളുടെയും രചനകൾക്ക് ചേപ്പാട് രാജേന്ദ്രൻ ഉടനുടൻ ഗ്രൂപ്പിൽ നിരൂപണം എഴുതുമായിരുന്നു. അത് ഞങ്ങളുടെ കവിതയ്ക്ക് നൽകിയ പുതിയ ആകാശം ജീവിതത്തിൽ മറ്റൊരിടത്തും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. രാജേന്ദ്രൻ്റെ നിരൂപണത്തോടെയാണ് ഗ്രൂപ്പിൽ കവിത വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നതും അതിൻ്റെ നവനവമായ ഊർജ്ജത്താൽ വീണ്ടും കവിത എഴുതാൻ പ്രേരണ ലഭിച്ചത്. രാജേന്ദ്രൻ എന്തെങ്കിലും എഴുതി കഴിയുമ്പോൾ എല്ലാവരും പറയും, ഇതിൽ പരം വേറൊന്നും ഇതിന് കിട്ടാനില്ല, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് അനന്തപുരി ഇരുന്നുകൊണ്ട് ശിവൻകുട്ടി ഏത് സമയം പറയും, രാജേന്ദ്രൻ ഒരു വാക്ക് കണ്ടു കഴിയുമ്പോൾ ഇതാണ് ഈ കവിത കിട്ടുന്ന ഏറ്റവും നല്ലത്, അതിൻ്റെ ചീത്തയായാലും നല്ലതായാലും പറയും. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള
ഒരാൾ ഞങ്ങളുടെ ക്ലാസ്മേറ്റായ ഹരിപ്പാട് ശ്രീകുമാറാണ്. ശ്രീകുമാറാണ് എൻ്റെ കവിത പുസ്തകമാക്കണമെന്ന് വാശി പിടിച്ചതും അതിനായി എന്നെക്കൊണ്ട് സമ്മതിപ്പിച്ചതും. എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമായിരുന്നു പുസ്തകമാക്കണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ശ്രീകുമാറിനെ വിസ്മരിക്കാൻ പറ്റില്ല. ശ്രീകുമാറെ തുടങ്ങി വെച്ചില്ലെങ്കിൽ ഈ പുസ്തകവുമില്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഈ പവിഴമല്ലിയുടെ പ്രണയഗീതങ്ങൾക്ക് രാജേന്ദ്രൻ എഴുതിയ പഠനാത്മകമായ അവതാരിക ഗ്രൂപ്പിലെ കവിത വായിച്ചിട്ട് അപ്പോഴപ്പോൾ അദ്ദേഹം എഴുതുന്ന നിരൂപണങ്ങളും ഒക്കെ തന്നെയാണ്, അല്ലാതെ പിന്നെ ആലോചിച്ച് എഴുതിയതൊന്നുമല്ല. രണ്ടാമതൊന്നും എഴുതാൻ പോലും മടിയുള്ള ആളാണ്. എഴുതിയത് മറന്നുപോയി എന്ന് പറയുകയും ചെയ്യും എഴുതി കഴിഞ്ഞാൽ. അങ്ങനെ അപ്പം അതെല്ലാം ഗ്രൂപ്പിൽ വന്ന കാര്യങ്ങൾ തന്നെയാണ് പുസ്തകത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനത്തിനായി എൻ്റെ സുഹൃത്തുക്കൾ നിസ്വാർത്ഥമായി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഗ്രൂപ്പിലും സോഷ്യൽ മീഡിയയിലും മാത്രമല്ല നാട്ടിലാകെയും അവരെൻ്റെ കവിതയുടെ പ്രകാശനത്തെ ഉത്സവമായി കൊണ്ടാടുകയായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ പണ്ടത്തേക്ക് വീടുകളിൽ നടക്കുന്ന ഒരു കല്യാണം പോലെ ഒരു ആഘോഷമായിരുന്നു. എല്ലാവരും ഒത്തുകൂടുന്നു, എന്തെല്ലാം ഒരുക്കുന്നു. ഞങ്ങൾ ഒരു മാസമായിട്ട് ഇതിൻ്റെ പുറകെയായിരുന്നു. ഭയങ്കര രസം. അതാണ് ഞാൻ ആസ്വദിച്ച മുഴുവൻ ആ കൂട്ടായ്മയും എല്ലാവരുടെയും സന്തോഷമായിരുന്നു. എപ്പോഴും ഞാൻ കൂടെ നടന്നതൊക്കെ സന്തോഷത്തോടെ കണ്ടു. ഈ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത് സത്യാത്മകമായ പ്രഭാഷണങ്ങൾ നടത്തി എൻ്റെ കവിതകൾക്ക് ലാവണ്യസുരഭരമായ ആശംസകൾ അർപ്പിച്ച മഹത് വ്യക്തികളോടും എനിക്ക് കടപ്പാടുണ്ട്. ശ്രീ KK സുധാകരൻ, ഡോക്ടർ സജിത് തിരൂര്, ശ്രീ സുരേഷ് മണ്ണാറശാല, ശ്രീ അമിത് ഡേവിഡ്, നമ്മൾ വിളിച്ച ഇവിടെ എത്താതെ പോയ ശ്രീ ഹരികുമാറുള്ള ഇടത്ത് അദ്ദേഹവും, ശ്രീ രഞ്ജിത്ത് എൻ്റെ സത്യം പറഞ്ഞ മകനാണ്, ചേച്ചിയുടെ മകനാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന രജനീഷ്, കൃതജ്ഞത പറയാനായിട്ട് അതിന് എൻ്റെ ഏറ്റവും മൂത്ത ചേച്ചിയുടെ കവയത്രികൂടെയായ പത്മകുമാരിയുടെ മകനാണ്. പിന്നെ ഇവിടെ ഇപ്പോഴല്ല എങ്കിലും നമ്മുടെ പുസ്തകത്തിൻ്റെ കവർ പ്രകാശനം ചെയ്ത പ്രസിദ്ധ സംഗീതജ്ഞനും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ ചേപ്പാട്ട് ഈ വാമനൻ നമ്പൂതിരി ഇവിടെ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സാഹിത്യഭാസുരമാക്കിയ നല്ലവരായ സഹൃദയർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പത്രമാധ്യമ സുഹൃത്തുക്കൾ, കവിയരങ്ങിന് വന്നു ചേരുന്ന കവികൾ, സാഹചര്യത്താൽ ഇവിടെ വന്നെത്താൻ കഴിയാതിരിക്കലും ഫോണിലൂടെയും മറ്റു ആശംസകൾ അർപ്പിച്ച ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്നെയും എൻ്റെ സ്വപ്നങ്ങളെയും സഹിച്ച, ഇപ്പോഴും സഹിക്കുന്ന എൻ്റെ കുടുംബത്തെ വിസ്മരിക്കാനേ കഴിയില്ല. പ്രത്യേകിച്ചും എൻ്റെ മക്കളെ. അവർ അമ്മയുടെ മനസ്സിലും മുഖത്തും ചിരിയിലും വിരിഞ്ഞ പഴമല്ലിപ്പൂക്കളെ തിരിച്ചറിയുമ്പോൾ എൻ്റെ അമ്മ മനസ്സ് നിറയുകയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ, എനിക്കെത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ സ്നേഹത്തോടൊപ്പം ഞങ്ങൾ മക്കൾക്ക് വായനയുടെ ഒരു ലോകം കൂടി സമ്മാനിച്ച അച്ഛനെയും, ഓരോ ഉരുൾ കൂട്ടുമ്പോഴും കഥകളും പുരാണങ്ങളും കവിതകളും ഒക്കെ അറിയാവുന്ന വ്യാഖ്യാനത്തോടെ പറഞ്ഞു തന്ന അമ്മയെയും എനിക്ക് ഓർമ്മിക്കാതിരിക്കാനും പറയാതിരിക്കാനും കഴിയില്ല. പിന്നെ എഴുത്തിൻ്റെ വ്യക്തികൾ പാകിയത് അച്ഛനും അമ്മയുമാണ്. അവർ തന്ന സ്നേഹവും അക്ഷരങ്ങളും എല്ലാമാണ്. അതാണ് എൻ്റെ ജന്മഭൂമിയും. ഇനി ഇത്ര ഞാൻ പറഞ്ഞൊപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് എനിക്ക് പറഞ്ഞാൽ തീരാത്തത്ര കടപ്പാടുണ്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു പുസ്തകം ഉണ്ടാകുമായിരുന്നില്ല, പവിഴമല്ലിയും വിരിയില്ല, ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ല. എന്നിൽ തന്നെ ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നേനെ. നന്ദി, ഒത്തിരി നന്ദി.